മാനന്തവാടി രൂപതയിലെ പുളപ്പാടം ഇടവകാംഗങ്ങളായ കുഴിക്കണ്ടത്തിൽ ലിനീഷിന്റെയും വിൻസിയുടെയും 5 മക്കളുടെയും ജീവിതത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ വീട്ടിലുള്ള അനക്കം ഓരോ നിമിഷം ഒരു സമയം പോലും ഞങ്ങൾ അനക്കം എല്ലാവരുടെയും സൗണ്ടും കളിയും ചിരിയും ഞങ്ങൾ അനുഭവിക്കുന്നത് വളരെ എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് ഞങ്ങൾ ഹാപ്പിയാണ്. സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാറുണ്ട്, പക്ഷേ അതൊന്നും തന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ബേസിക് നീഡ്സിനെ ഒന്നും തന്നെ ദൈവം ഇതുവരെ തൊടിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. 5 മക്കളുടെ അമ്മ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം എൻ്റെ മക്കൾക്ക് എനിക്ക് സമ്മാനം ആയിട്ട് ഈ സഹോദരങ്ങളെ എനിക്ക് കൊടുക്കാൻ പറ്റി. എൻ്റെ പേര് ലിനീഷ് ജോൺ. ഞാൻ വെള്ളിമുറ്റത്താണ്, നിലമ്പൂർ പുളപ്പാട ഇടവകയിലാണ്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ചേച്ചി, അനിയൻ. ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞു. അവർക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ പേര് വിൻസി. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, 2 അനിയത്തിമാരാണുള്ളത്. എൻ്റെ ഇടവക നരിവാലമുണ്ടയാണ്. ഞാനൊരു നേഴ്സാണ്. എൻ്റെ കുഞ്ഞിലെ മുതലേ എനിക്ക് വിവാഹ ജീവിതത്തെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ്, എൻ്റെ ദൈവവിളി ഇങ്ങനെയാണെന്നുള്ളതും അത് എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി കുഞ്ഞിലെ മുതലൊരു സ്വപ്നം എനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങാറുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ആ സമയത്തൊന്നും വലിയ പരിചയമില്ല. ഒരു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് അറിയില്ല ആളെൻ്റെ ഭാവിയിലേക്കുള്ള ആളാണെന്നുള്ളതിനെ പറ്റിയോ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ച ആളാണെന്നൊന്നും അറിയില്ല. റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന ഒരു ആലോചനയാണ്. ഞാൻ വിദേശത്തുള്ള സമയത്താണ് എനിക്ക് കല്യാണാലോചന സ്റ്റാർട്ട് ചെയ്യുക. ആളും അന്ന് വിദേശത്തായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച പോലത്തെ ഒരാളെ തന്നെ ദൈവം എനിക്ക് തന്നു. അതിലൊരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ദൈവത്തോട്. ഏറ്റവും സുന്ദരമായ ഒരു ജീവിതം നമുക്ക് വേണ്ടി ദൈവം കരുതി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ വിവാഹം 2014 നവംബർ 27 നടന്നത്. സെൻറ്റ് ജോർജ് ചർച്ച് പൂളപ്പാടം സജി പുതുക്കുളങ്ങര അച്ഛൻ്റെ കാർമ്മികത്വത്തിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും മാതാപിതാക്കളുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചു. ഇപ്പോൾ 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ഞങ്ങളുടെ സന്തോഷത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അങ്ങനെ തന്നെ എനിക്കും തിരിച്ചും നമ്മൾ ആഗ്രഹിക്കുമല്ലോ എൻ്റെ വിവാഹ ജീവിതത്തിൽ ഒരാൾ വരിക. അത് നമുക്ക് പിന്നീടുള്ള കാര്യം അറിയില്ല, പക്ഷേ നമുക്ക് ഇത്രയും 11 വർഷത്തിൻ്റെ ഒരു സമയങ്ങൾ നമുക്കറിയാം. വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ കുടുംബം മുന്നോട്ട് പോകുന്നത്, ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും ഏത് വിവാഹ ജീവിതത്തിൻ്റെയും ഒരു ദൈവം നൽകുന്ന സമ്മാനമാണല്ലോ കുഞ്ഞുങ്ങൾ. അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും. ഞങ്ങളിന്ന് 5 കുഞ്ഞുമക്കളുടെ മാതാപിതാക്കളാണ്. അത് വളരെ പ്രൗഡോട് കൂടിയിട്ട് ഞങ്ങളത് കാണുന്നു. ദൈവത്തിന് ഒത്തിരി അതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഒരു സ്വർഗം ആണ് ശരിക്കും. ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ് ഞങ്ങളുടെ കുടുംബം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മക്കൾ തന്നെയാണ്. അപ്പോൾ ആ മക്കളെ ദൈവം സമയാസമയങ്ങളിൽ നമുക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് ഞങ്ങളുടെ വിവാഹ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ മകൾ ലെന 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾ എനിക്ക്
ബാക്കിയുള്ള മക്കളുടെ സെക്കൻഡ് മദറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അവൾ ഒരു മദറിനെ പോലെ തന്നെയാണ് അവൾ അവരെ കെയർ ചെയ്യുന്നത്. എൻ്റെ ആബ്സെൻസിലും അവൾ നല്ല രീതിയിൽ അവർക്ക് ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും അവരെ കുളിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാ രീതിയിലും അവൾ ഭയങ്കര കെയറിങ് ആണ്. അതിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എല്ലാ മക്കളും ഞാൻ ബ്ലെസ്ഡ് ആണ്. എന്നാൽ മൂത്ത മകളിൽ തന്നെ ഞാൻ ഇത്രയധികം സന്തോഷവതിയാണ്. രണ്ടാമത്തെ ആൾ ലിയോൺ, അവൻ 3ലാണ് പഠിക്കുന്നത്. എല്ലാവരും മിടുക്കരാണ്. അവരൊക്കെ അവരുടെ ആക്ടിവിറ്റീസിൽ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഫുള്ള് എനർജിയിലായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഫുട്ബോൾ കളിയും അല്ലാത്ത ഉള്ളിലുള്ള സാറ്റ് കളി, മറ്റു ആക്ടിവിറ്റീസ്, വമ്പും കൂടി എന്നൊക്കെ പറഞ്ഞാൽ ഏതുതരം കളി എന്നുള്ള ഒരു ഇതാണ് കൂടുതലുണ്ട്. എന്നാൽ പഠിക്കേണ്ട സമയങ്ങളിൽ അവർ പറയാതെ തന്നെ അവരെല്ലാം ഇരുന്ന് തന്നെ പഠിക്കാറുമുണ്ട്. പിന്നെ മൂന്നാമത്തെ ആൾ ലിവോളാണ്. ലിവോള് അതെ, മൂന്നാമത്തെ ആൾ ലിവോൾ. അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളും ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. മറ്റുള്ളവർക്ക് ഭയങ്കര ഹെൽപ്പ്, കൂടുതൽ കെയറിങ്. ഇപ്പം പെട്ടെന്ന് ഒരാൾക്ക് വീഴ്ച വന്ന് വേദന അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടി ചെല്ലും ഫസ്റ്റ് തന്നെ. പിന്നെ അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ അവൾ കൂടെ ഉണ്ട്. എല്ലാവരും ഒരുപോലെയാണ്, എന്നാലും കുറച്ചും കൂടെ നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. 4ാമത്തെ ആള് ലൂക്ക. പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബാക്കിയുള്ളവരും നോക്കുമ്പോൾ ഇവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലൂക്ക കഴിച്ചില്ല, ലൂക്ക പോകുന്നില്ല, അങ്ങനെയൊക്കെ അവൻ്റെ പേര് തന്നെ ഇതുവരെ പറയുന്നത്. അത് അവരാരും അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും പറയാം. ലൂക്കയ്ക്ക് പിന്നെ ചായ വേണോ അങ്ങനെയുള്ളതൊക്കെ ആണ് അവർ പറയണത്. നല്ല ഒരു എൻജോയ്മെൻ്റ് ആണ് എല്ലാവരും കൂടി കൂടുമ്പോൾ. അപ്പോൾ 5ാമത്തെ ഞങ്ങളുടെ മകളെ ലൂർന്ന് മരിയ. അവൾ ജനിച്ചു കഴിഞ്ഞ് പേരിടുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതിൽ 4 മക്കളുടെ പേരും സെലക്ട് ചെയ്ത് ഇച്ചായനാണ് എല്ലാം ലിനീഷ് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ ലാസ്റ്റത്തെ പേര് ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള ടൈം തരണോ. പക്ഷെ എന്നാലും എനിക്ക് മാതാവിനോട് നന്ദി പറയാൻ തോന്നി. കാരണം അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു പേരാണ് ലൂർദ് മരിയ എന്നിടാൻ. അങ്ങനെയാണ് വന്നത്. അങ്ങനെയാണ് ലൂർദ് മരിയ ഞങ്ങൾ സജസ്റ്റ് ചെയ്തത്, കൺഫേം ആക്കി. അങ്ങനെ അവളാണെങ്കിൽ അവളാണ് ശരിക്കും ലക്കി. എന്താ വെച്ച് കഴിഞ്ഞാൽ ആളാം വിധം അവളെ എന്താ പറയുക ഭയങ്കര ഹാപ്പിയായിട്ട് അവളെ കൊണ്ടു നടക്കുന്നു. കുളിപ്പിക്കാനും ഉടുപ്പിടിക്കാനും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവർ പോകുന്നു. അവരുടെ ബോണ്ട് മനസ്സിലാകണേ അവർ സ്കൂളിൽ പോകുന്ന സമയം, അവരുടെ സഹോദരങ്ങൾ മൂത്തവർ സ്കൂളിൽ പോകുന്ന സമയം അവൾ ബസ് കയറ്റി വിടാനൊക്കെ പോകും. പക്ഷേ അവർ ബസ്സിൽ കയറി പോയി കഴിയുമ്പോഴത്തേനും അവളുടെ മുഖം അങ്ങ് പാടും, ഭയങ്കര സങ്കടം. തിരിച്ചു വരുന്ന സമയത്ത് അവൾ നോക്കിയിരിക്കും. ചേച്ചിമാരുടെ ബസ്സിൻ്റെ സൗണ്ട് ഓണടി കേൾക്കുമ്പോഴേ പറയും, അമ്മ ചേച്ചിമാർ ചേട്ടന്മാർ വരുന്നു പറയും. അങ്ങനെ അവളെയും കൊണ്ട് പോയി അവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവരും. ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ കഴിയുന്നു. ഇതാണ് ഞങ്ങളുടെ 5 മക്കൾ. ദൈവം ഞങ്ങൾക്ക് അറിഞ്ഞു തന്ന മക്കളാണ്. ഒത്തിരി പ്രാർത്ഥിച്ച് തന്നെ തുടങ്ങിയ ജീവിതത്തിൻ്റെ ഒരു സമ്മാനമാണ് ഈ ഞങ്ങളുടെ കൊച്ചു കുടുംബം. അതിൽ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള എല്ലാ സിറ്റുവേഷനും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എന്ത് ടെൻഷനായിട്ട് നമ്മൾ വീട്ടിൽ വന്ന് കയറുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിനി ഒന്നേന്ന് തുടങ്ങുകയാണെങ്കിൽ രാവിലെ മുതൽ രാത്രി ആകുമ്പോൾ വരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സമയങ്ങളിൽ ഇവരുള്ള ഷെയറിങ്ങും മറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹെൽപ്പിങ്ങും എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. അതെ, ഞങ്ങൾ രാവിലെ 5 മണിയോടെ എണീക്കും. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾ ഒന്ന് നടക്കാനൊക്കെ പോവും. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കുക്കിംഗ് ഞങ്ങളെല്ലാവരും കൂടെ ഇൻവോൾവ് ചെയ്യും. കുട്ടികളെല്ലാം ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. അതിൽ ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തിക്ക് പരത്താനും കുഴയ്ക്കാനും ചൂടാനും അതിനെല്ലാം അങ്ങനെ ഞങ്ങൾ അതിൽ ഹാപ്പിയായി പോണു. പക്ഷേ ഒന്നും ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതെല്ലാം നമ്മൾ ജപിക്കല അവർ അറിഞ്ഞ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ വേണ്ട എന്നുള്ള രീതിയിൽ പറയാറില്ല. തുടക്കത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും സംഭവിക്കുന്നത് ഇതെല്ലാ കുഞ്ഞുങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർ ബുദ്ധിമുട്ടുണ്ടാവുന്നോ പല കാരണങ്ങൾ ഇങ്ങനെയുള്ള ചിന്തിച്ചിട്ട് നമ്മളവരെ അകറ്റി നിർത്തും. നോ പറഞ്ഞ് അവരെ ഒന്നും ചെയ്യാതായി മാറാണ്. ആക്ച്വലി ഒരുപാട് കഴിവുകളോട് കൂടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുക. നമ്മളുടെ
ഈ അറിവില്ലായ്മ കൊണ്ട് നമ്മളെല്ലാം അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു വരും. പക്ഷേ ഞങ്ങളതിന് നേരെ വിപരീതമായിട്ട് ഞങ്ങൾ അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും ന്യായമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് അവരെ കൂട്ടിപ്പിടിച്ച് തെറ്റുകൾ സംഭവിക്കുന്നു മനസ്സിലാക്കി അവരെ കൂട്ടിപ്പിടിച്ച് ചെയ്യുമ്പോഴുള്ള ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരത് വളരെ ഭംഗിയായിട്ട് ഒരു പക്ഷേ സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാട്ടിലും എക്സ്പേർട്ടായിട്ട് കുക്കിങ്ങിൻ്റെ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ അവർ ഇപ്പോൾ എക്സാമ്പിൾ ചപ്പാത്തി വരത്തൊക്കെ ആണെങ്കിൽ പലരും വരുത്തുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇവർ ഭംഗിയായിട്ട് അതൊരു വലിയ കാര്യമായിട്ട് പറയല്ല, പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് വലിയൊരു നേട്ടം തന്നെയായിട്ടാണ് കാണുന്നത്. ഒരു സാധാരണ രീതിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് ചിലപ്പോൾ കുക്കിംഗ് ഒക്കെ വരിക. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളായി കഴിയുന്ന സമയങ്ങളിൽ നമ്മൾ എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല, ഉള്ള സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസും അത് ചെറുതല്ല. ചിലപ്പോഴെങ്കിലും ചിന്തിക്കും നമ്മൾ ഇവരുടെ ഒപ്പം എന്തിനാണ് കളിക്കുന്നതെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും, സമയമില്ലാത്തവരുണ്ടാവും, പല സിറ്റുവേഷനിലുണ്ടാവും. പക്ഷേ നമ്മൾ കാണുന്ന ആ കാഴ്ചപ്പാടിൻ്റെ കാതലനുസരിച്ച് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ തിരക്കുണ്ടെങ്കിൽ, എനിക്കും തിരക്കുകളുടെ പല പല ബുദ്ധിമുട്ടുകളുടെ നമുക്ക് അറിയാം. വളർന്നു വരുന്ന സമയങ്ങളിൽ പല സാഹചര്യം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പല ടെൻഷനിൽ നമ്മൾ മുതിർന്നവരാണ്, ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ വരുമ്പോൾ അവരുടെ അടുത്ത് ഇപ്പം മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞതിന് ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷേ അവരുടെ ഒപ്പം കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും നമുക്ക് സന്തോഷം നേടിക്കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒപ്പം കളിക്കുന്ന കളികളൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവർക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ആ മക്കളോടൊപ്പം ഇരുന്നിട്ടുള്ളൊരു ചിന്തയാണ്, അവരുടെ മൈൻഡിനൊപ്പത്തിനാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അവരോടൊപ്പം സാറ്റ് കളിക്കാനൊക്കെ കൂടും, ചിലപ്പോൾ ആന കളിക്കാൻ കൂടേണ്ടി വരും, ഫുട്ബോൾ കളിക്കാനും അവരുടെ അടുത്ത് എന്തൊക്കെ കളികളാണ് ചെയ്യാൻ പറ്റുക അതിൽ അവരുടെ കളികളിലെല്ലാം നമ്മൾ പങ്കെടുക്കും. അതേപോലെ തന്നെ നമ്മളതായ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അതിലും പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യും. അത് വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒത്തിരി ഒരു വിശ്വാസം ഉണ്ടായില്ല. അപ്പം എൻ്റെ 5 കുട്ടികളും ഞാൻ നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ എങ്കിലും അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി. അതായത് ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിലൊക്കെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റില്ല, പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനപ്പോൾ ഒറ്റയ്ക്കാണ്, ഹസ്ബൻഡ് വേറെ സ്ഥലത്ത് കുവൈറ്റിലായിരുന്നു. ഞാനും ആകെ വറീഡായി. പിന്നെ ഒരുപാട് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഞങ്ങൾ ചൊവ്വാഴ്ചകൾ അന്തോണീസ് പുണ്യാൾ, ഞങ്ങളുടെ അനക്കല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുവരെ അന്തോണീസ് പുണ്യാളുടെ പ്രത്യേക ഒരു ഭക്തിയാണ് ഞാൻ. അപ്പോൾ അവിടെ നേർച്ച നേർന്നു, അന്തോണീസ് പുണ്യാളോട് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ഉള്ള സ്കാനിങ് ചെന്നപ്പോഴും അവർ പറഞ്ഞു ഇല്ല, ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തെങ്കിലും പിന്നെ ഓക്കെ ആയില്ല. ഞാൻ ആകെ ആ സമയത്ത് ഒരു സെക്കൻഡ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു, അന്തോണീസ് പുണ്യാളാ ഒന്ന് കേൾപ്പിച്ച് തരണേ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞ സെക്കൻഡിനുള്ളിൽ ആ പ്രോബ്ലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോഴത്തേനും ഹാർട്ട് ബീറ്റ്. അതോടെ ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ഹാർട്ടിൻ്റെ ഒരു പ്രശ്നം, അതൊക്കെ ഈ പ്രഗ്നൻസി ടൈമിലാണ് അറിയുന്നത്. അത് പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വരുന്ന ഒരു അവസ്ഥ. അത് ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അതിനൊരു സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഡോക്ടർമാരെ കണ്ടപ്പോൾ. ഫസ്റ്റ് കുഞ്ഞിന് 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയി. രണ്ടാമത്തെ കുഞ്ഞിന് ഏകദേശം 8 മാസമൊക്കെ ഉള്ളപ്പം നാട്ടിൽ ഡെലിവറിക്ക് വേണ്ടി വന്ന സമയത്ത് ഈ പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രശ്നം പിന്നെയും രാത്രിയിലുണ്ടായി. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചു. ഹോസ്പിറ്റലിലൊക്കെ പോയി. പിന്നെ അവർ പറഞ്ഞത് സർജറി തന്നെ ചെയ്യണമെന്നാണ്. ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിന് ജന്മം കൊടുത്തു. എങ്കിലും ഞങ്ങൾ ആ പ്രശ്നം ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കോഴിക്കോട് മെട്രോമെഡ് എന്ന് പറഞ്ഞ കാർഡിയാക്കിൻ്റെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ സർജറി ചെയ്തു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പിന്നെയും ഒരു കുഞ്ഞിനെ 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത കുഞ്ഞുമായി. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെ വലിയ വ്യത്യാസമില്ലാതെ തന്നെ ആയി. അതുപോലെ തന്നെ ലാസ്റ്റ് ബേബിക്കാണെങ്കിലും എനിക്ക് ചെറിയ ബ്ലീഡിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇൻറ്റേർണലി. അപ്പോഴും ഒരുപാട് ടെൻഷൻ അടിച്ചു. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടല്ലോ. ഒരു കുഴപ്പമില്ലാതെ നമ്മളെ ജനിക്കുന്നതിന് പിന്നെ തന്നെ ദൈവം
ഒരു പ്ലാൻ ഉണ്ട് നമ്മളെക്കുറിച്ച്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. പക്ഷെ നമ്മൾ തളരാതെ ഒരുമിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് ഞങ്ങളുടെ 5 മക്കളെയും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇപ്പം ഞങ്ങൾ അതുപോലെ തന്നെ അതൊക്കെ മറന്നു. അങ്ങനെ ഒരു കേസും കാര്യങ്ങളും ഇനി ഓർക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. 5 മക്കൾ ഒരുപാട് കാര്യം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറമേന്ന് നോക്കുമ്പോൾ ഒരുപാട് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ 5 മക്കളും ഒന്നും കാണാനില്ല. 1-2 പിള്ളേരായിട്ട് സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ നോക്കി നടക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. ഞങ്ങളുടെ ഹാപ്പിനെസ് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പുറമേ നിന്ന് നോക്കുന്നവർ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഉള്ളിൽ, ഞങ്ങളുടെ വീട്ടിലുള്ള അനക്കം, ഓരോ നിമിഷം ഒരു സമയം പോലും ഞങ്ങൾ അനക്കം, എല്ലാവരുടെയും സൗണ്ടും കളിയും ചിരിയും അത് ഞങ്ങൾ അനുഭവിക്കുന്നത് വളരെ എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് ഞങ്ങൾ ഹാപ്പിയാണ്. ഏറ്റവും നല്ലത് മക്കൾ തന്നെയാണ്. ഏറ്റവും വലിയ ദൈവിക ദാനം എന്നുള്ളത് തന്നെയാണ്. അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല. ചിലവർ എല്ലാവരും കുറ്റപ്പെടുത്തില്ല, ചിലവർക്ക് അത് അതിൻ്റെ സിറ്റുവേഷൻ ശരിയായിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൽ വിഷമമുണ്ട് എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ അതിനെ വേറെ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുക. സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ബേസിക് നീഡ്സിനെ ഒന്നും തന്നെ ദൈവം ഇതുവരെ തൊടിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. മാത്രമല്ല ഞങ്ങളും എത്ര പ്രതിസന്ധി വരുമ്പോഴും ഇതിലൊക്കെ പിടിച്ചു നിർത്താൻ കാരണം നമ്മൾ ദൈവത്തോടൊപ്പം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലുള്ളത്. ഞങ്ങൾ മിക്ക സമയങ്ങളിലും മക്കളായിട്ട് നമുക്ക് ഇത്രയും തന്നത് ആരാന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ട്. ദൈവം ആണ് അറിഞ്ഞ് ഞങ്ങൾക്ക് മക്കളും വേണ്ടപ്പെട്ട പേരൻസും മറ്റു ആൾക്കാരെല്ലാം തന്നിട്ടുള്ളത്. ആരാരുമില്ലാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ട്, ഈ ഭൂമിയിലുണ്ട്. അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം ദൈവം തന്ന നമ്മൾ തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാസവും എന്ത് ചെയ്യുന്നാറുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഇത്ര ശതമാനം ഞങ്ങൾ മക്കൾക്ക്, ആ മക്കളെയും കൂടി നമ്മളൊപ്പം ചേർത്തുകൊണ്ട് ഞങ്ങളവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഫുഡ് കാര്യം, ഒരു 10% വരുമാനത്തിൽ 10% ഇതുവരെ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ചെറിയൊരു വലിയൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, എത്ര പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ അർത്ഥം കടയില്ലാന്നോ അങ്ങനെയുള്ളതൊന്നും അല്ല. പക്ഷേ നമ്മൾ അതിനൊരു ലിമിറ്റുണ്ട്. നമ്മൾ താഴ്ന്ന് പോകാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യം ഇതിലുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. നമ്മളെ കുടുംബം നോക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരെയും കാണണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളത് പറഞ്ഞു കൊടുത്തത് മൂലം ചില ആൾക്കാരൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ അവർക്ക് വലിയ അനുഭവങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ 2 നേരം ആഹാരം കഴിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് മിക്കവർക്കും അറിയില്ല. നമ്മൾ ഈ സമയത്ത് ആരാണ്, ഈ കാലഘട്ടത്തിൽ ആരാണ് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരെന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവരെയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, പോയി പല അനാഥമന്ദിരങ്ങളിലൂടെ പോയി ഇവരെ അത് കാണിച്ച് പ്രാക്ടിക്കലി ഇവർ കൊടുക്കാൻ പഠിപ്പിക്കുക. ഞങ്ങളൊരു എങ്ങനെ നമ്മൾ കൊടുക്കാനാണ് പഠിപ്പിക്കേണ്ടത്, ഉള്ളതിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് വലിയൊരു അനുഗ്രഹം ഉണ്ട് എന്ന് അതിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സുഖം അതുപോലെ തന്നെ ദുഃഖം എല്ലാം ഞങ്ങൾ ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ സാമ്പത്തികം, അത് ഏതൊരു ഫാമിലിയിലാണ് സാമ്പത്തികം ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, നമ്മളെ തളർത്തി കളയുന്ന. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി റിയാദിൽ ചെയ്തു. പിന്നെ ഞങ്ങൾ 2 കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങ് പോന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനോ അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ അതിലൊന്നും ഞാൻ തളർന്നിട്ടില്ല. കാരണം ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരെ എന്താ പറയുക, ഞങ്ങളുടെ കുഞ്ഞും കൂടെ ഒന്ന് ഇച്ചിരി കൂടെ വലുതായി, ഇവളും കൂടെ ആയ എനിക്ക് കുറച്ചും കൂടെ ഒരു അംഗനവാടിയിലൊക്കെ പോകാനായി എനിക്ക് പിന്നെയും ജോലിക്ക് പോകാം. അങ്ങനെ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നം അങ്ങനെ സോൾവ് ആകും. പിന്നെ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.
ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. സോ ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. 5 മക്കളുടെ അമ്മ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം എൻ്റെ മക്കൾക്ക് എനിക്ക് സമ്മാനം ആയിട്ട് കൊടുക്കാൻ ഈ സഹോദരങ്ങളെ എനിക്ക് കൊടുക്കാൻ പറ്റി. ഇപ്പം നമ്മൾ കാണാറുണ്ട് 1-2 മക്കളുള്ള വീടുകളിലൊക്കെ കളിക്കാൻ കൂട്ടിന് ഒരു പാവ ഒക്കെ മേടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ആ പാവയായിട്ട് അല്ല ആ ഒരു ടെഡി ബിയർ അതിനോട് കൊഞ്ചിച്ച് കളിച്ച് ചിരിച്ച് അതിൻ്റെ കൂടെ കഴിയുന്ന കുറേ കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊന്നും യോജിപ്പില്ല. കാരണം ജീവനുള്ള അവരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും വഴക്ക് കൂടാനും അവരോട് ഒരുമിച്ച് കിടന്നുറങ്ങാനും എല്ലാം ജീവനുള്ള അവരുടെ സഹോദരങ്ങളെയാണ് എനിക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു നിലയ്ക്ക് ആ ഒരു അമ്മയെന്ന നിലയിൽ ഞാൻ വളരെയധികം പ്രൗഡാണ്. എൻ്റെ ജീവിതം തന്നെ ഒരു വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ കുറച്ച് സമയം ചിലവഴിക്കാറുണ്ട് അവരപ്പം. അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിൽ ഹാപ്പി ആയിരിക്കും. നമ്മളൊരു മെച്യൂർഡായ ഒരാളെ സംബന്ധിച്ച് അവർ ഹാപ്പി ആണെങ്കിൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപേൻ്റെ സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും അല്ലാത്ത തരത്തിലൊക്കെ ആണെങ്കിലും. പക്ഷേ കുഞ്ഞുങ്ങളെ ഹാപ്പിയാക്കാൻ അധികമൊന്നും വലിയ വേണ്ട. ഇവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ഇവരുടെ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കാനും വലിയ പണിയുള്ള കേസല്ല. ഈ സമയങ്ങളിൽ മാത്രമേ ഇവർ നമ്മളോട് ചോദിക്കുള്ളൂ എന്തെങ്കിലും. മുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളോടൊരു കാര്യം എന്ത് ചെയ്യില്ല, സ്വാഭാവികമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ബലൂണോ ഇങ്ങനെ എന്തെങ്കിലുമായിരിക്കും. ഈ സമയം നമ്മളിത് കൊടുക്കാനും ഈ കൊച്ചിനൊന്ന് എടുക്കാനുള്ള ഇതിനൊരു മൊത്തം കൊടുക്കാനും ഇങ്ങനെ ഇവളുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെ ഒപ്പം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അതിനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. അത് നിസ്സാര ഒരു കാര്യമായിട്ട് കാണുന്നില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്, അതിലും തെറ്റുമല്ല. പക്ഷേ ഞങ്ങളിതിനെ വലിയൊരു കാര്യമായിട്ട് ദൈവാനുഗ്രഹമായിട്ടത് കാണുന്നുണ്ട്. അപ്പോൾ ഈ കുറഞ്ഞ സമയം അവർക്ക് വേണ്ടി ഞങ്ങൾ ഡെയിലി തന്നെ സാധിക്കുമ്പോഴൊക്കെ തന്നെ അതിന് മാറ്റാറുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ അതിന് ചെയ്യാറുണ്ട്. പിന്നെ അതിന് പ്രത്യേകിച്ച് സമയങ്ങളും കാര്യങ്ങളും ഇവർ വന്നു കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ആക്കി കൊടുത്തിട്ടുണ്ട്. അവർ കളിക്കാൻ പോകാനും അതിനുശേഷം കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത് പ്രാർത്ഥിക്കാനും പിന്നെ അതിന് ശേഷം ഭക്ഷണം കഴിച്ച് മറ്റേ പഠനവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ കൃത്യം 8:30 കിടന്നുറങ്ങാറും ഉണ്ട്. പിന്നെ ഇവരെല്ലാം തന്നെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടാണ് ഇതെല്ലാം അവർ ചെയ്യാറ്. കുളിക്കാൻ ഇപ്പോൾ കൊച്ചിനെയൊക്കെ ഇവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ പേരൻസ് ആണല്ലോ കുളിപ്പിക്കുക ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ. ഇത് മൂത്താൾ കുളിപ്പിക്കും, അതിനുശേഷം ചിലപ്പോൾ രണ്ടാമത്തെ ആൾ കുളിപ്പിക്കും, മൂന്നാമത്തെ ആൾ ഒരു 3-4 കുളി രാവിലെ തന്നെ ചിലപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കുളിപ്പിക്കും. അത് ഭയങ്കര സന്തോഷമായിട്ട് ആണ് അതെല്ലാം ചെയ്യുക. അപ്പോൾ അവിടെ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. പലരും ചോദിക്കേണ്ടത് ഇത്രയും പേരെ ഞാൻ ഈ ഒരാളെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, 2 പേരെയും കൊണ്ട് ബുദ്ധിമുട്ടി, അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ കഷ്ടപ്പാട് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവരെയും കൊണ്ട് വളരെ സന്തോഷമായിട്ട് തന്നെ കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നീങ്ങും. അതെനിക്ക് തോന്നുന്നു എല്ലാവരും ഉള്ളതുകൊണ്ടും ഷെയറിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും. അത് ചെറിയൊരു കാര്യമല്ല. അത് മറ്റുള്ള ആൾക്കാരും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരാളൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടെന്നല്ല, അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് മക്കൾ തന്നെയാണ്. അതിൻ്റെ മുകളിൽ എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടും അല്ല, മക്കൾക്ക് ഒന്ന് നമ്മളാലോചിച്ച് നമ്മുടെ ഷെയർ, നമ്മളെന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവനവൻ്റെ ഒരാൾ എന്ന് പറഞ്ഞ് ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്തു, അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധം ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ളൊരു സംഭവം നമ്മൾ ചെയ്തേ മതിയാവും. ആ ഒരു കടമ മാത്രമാണ് ഞങ്ങളത് ചെയ്യുന്നത്. ഞങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിൽ അർപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും നല്ലൊരു കുടുംബം തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതൊന്നും നമ്മുടെ കഴിവുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതിയായ ഒരു വിശ്വാസമുണ്ട്. 100% പല ജീവിതത്തിൽ പല ഭാഗങ്ങളിലൂടെ വരുന്ന സമയത്തും നമ്മുടെ മാത്രം കഴിവുകൊണ്ട് വിജയിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പോലും, ഒരു ലെവലേശം പോലും ഇല്ല. ദൈവത്തിൻ്റെ പ്ലാനിൽ അതൊന്നും നടക്കില്ല. ഞങ്ങളൊത്തിരി സ്നേഹത്തോടെ ആ നന്ദി അറിയിക്കുന്നു. ദൈവത്തിനെപ്പോഴും ദൈവത്തിൻ്റെ മുന്നിലുള്ള നന്ദിയുള്ള മക്കളായി ഞങ്ങളുണ്ടാവും. താങ്ക് ഗോഡ്.
ും